ഹലോ ഗൈസ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് വേണ്ട, ഇനി അങ്ങ് എത്തുമ്പോൾ നല്ല ടൈം ആകും. ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ്, എൻ്റെ സ്റ്റേഷൻ പരിധിയിലാണ്. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ വന്ന് കാവലിരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷന് കാവലായിരുന്നു എൻ്റെത് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരിയായിരുന്നു. അപ്പം ഇനി പുതിയ എന്തെങ്കിലും കണ്ടെത്താൻ വരണ്ട. വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു മാസമായിട്ട് നല്ല പനിയാണ്. എല്ലാവർക്കും ഉണ്ടെന്നറിയാം, ഒരു വൈറൽ ഫീവർ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ട്രാപ്പിഡായിപ്പോയിരുന്നു. എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പുറത്തേക്ക് പോകാനൊക്കത്തില്ല. 2 ദിവസം 3 ദിവസം കൂടുമ്പം ചുമ കൂടും, വീണ്ടും ഹോസ്പിറ്റലൈസ് ആകും, വീണ്ടും ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടും, പിന്നെ വീട്ടിൽ നിന്ന് വരും, വീണ്ടും ഇത് തന്നെയായിരുന്നു. ഈ റൂട്ടീനായിരുന്നു. അപ്പം ഞാൻ അതിന് മുമ്പ് കൊടുത്തിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ഒരു ജൂൺ 14 ഓൺവാർഡ്സ് എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ 2 ഗുണ്ടകൾ. അപ്പം 2 ഗുണ്ടകളുടെ കേസ് ഞാൻ അന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഞാനും മകനും കൂടെ വന്നാണ് കൊടുത്തത് പരാതി. അപ്പോൾ തന്നെ പോലീസ് അധികാരി അതിനെ ഫോർവേഡ് ചെയ്തിരുന്നു. അതായത് കേസ് എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശം കൊടുത്ത സാധനത്തിന് പിന്നെ ഫോളോ അപ്പ് എന്നൊരു സംഗതിയുണ്ട്. ബൈ ദ വേ, ഞാൻ പനി പിടിച്ച് കിടപ്പായത് കൊണ്ട് തന്നെ ഫോളോ അപ്പ് നടന്നിട്ടില്ല. ഞാനിത് പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു കാണും. ആ വശത്തേക്ക് നമ്മൾ നോക്കുന്നില്ല. അത് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. 4 മാസത്തോളം എന്നെ പറഞ്ഞ് 4 മാസത്തോളം ഞാൻ മൗനമായിട്ടിരുന്നു, ഒന്നും മിണ്ടാൻ പോയില്ല. അപ്പോൾ ഉണ്ട് എളുപ്പം. വീണ്ടും ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു പരാതി കൊടുത്ത പള്ളിക്ക സ്റ്റേഷനിലാണ്. പള്ളിക്ക സ്റ്റേഷൻകാർ എന്ത് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സംഗതി ഇത് കുറച്ച് സീരിയസ് ആണ്. കാരണം എൻ്റെ ഉമ്മ വളരെ സീരിയസ് ആയിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, അത് അവളുടെ ജോലിയാണ്, അവളുടെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ കളിയാക്കുക. പിച്ചയെടുത്ത് വീട് വെച്ച ഒരുത്തിക്ക് എൻ്റെ വീട് കണ്ടപ്പോൾ എവിടെയോ നൊന്തു എന്ന് പറയുന്ന കണക്ക് ഞാൻ നാട്ടുകാരെ കാണിക്കാനല്ല വീട് വെച്ചത്. എനിക്കും മക്കൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ മക്കൾ വേറെ വീട് വെച്ചാലും ഇതിനകത്ത് കയറി കിടക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ വെച്ചൊരു കുഞ്ഞു വീടാണത്, എൻ്റെ സ്വർഗം തന്നെയാണത്. ആ വീടിനെ കളിയാക്കുക, അതിനകത്തേക്ക് അതിക്രമിച്ച് കയ്യേറ്റം നടത്തുക. അതായത് ഇപ്പം ആ ലാൻഡ് എന്ന് പറയുന്നത് അതിലേക്ക് ഇറങ്ങുന്ന ആ റോഡെന്ന് പറയുന്നത് തന്നെ എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുന്ന റോഡാണ്. അതിനകത്തേക്ക് നിങ്ങൾക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അത് പെർമിഷൻ ഇല്ലാതെ അതിനകത്തേക്ക് കയറുക, അതെടുത്ത് പബ്ലിഷ് ചെയ്യുക. അതൊക്കെ ഏത് ക്രൈം സീനാണെന്ന് ഓർത്തോണം. മാക്സിമം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇതിൻ്റെ പിറകെ പോകില്ല എന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന് ഒരു മുற்றுപുള്ളി. അതാണ് ഇന്ന് എനിക്ക് കല്ലമ്പലം സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാനിത് കൂടുതൽ ഡെപ്തിൽ ഞാനിവിടെ കാണിക്കുന്നില്ല, അങ്ങ് വന്നോളൂ. അപ്പോൾ ചെയ്യാവുന്നവർ നിങ്ങൾ അങ്ങ് ചെയ്തോളി. ഏതായാലും എനിക്ക് എൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കാലത്ത് തന്നെ ഇവിടെ വന്നിരുന്ന് മേനെ കേട്ട് നല്ല കഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. കാരണം ഇതിനകത്ത് മെനക്കെടണം, നല്ല രീതിയിൽ മെനക്കെട്ടാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. അതിൻ്റെ ക്രൈം സീൻ വേറെയാണ്. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ വകുപ്പുകളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അതിന് തക്കവണ്ണമുള്ള ക്രൈമുണ്ട്, അതുകൊണ്ട് തന്നെ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ടോർച്ചർ സഹിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നാമത്തെ കാര്യം ശരിയാണ്, അവർ പറയട്ടെ എന്നുള്ള രീതി ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ടായിരുന്നു. ഇനി അതല്ല. അത് മാത്രമല്ല, വേറൊരുത്തരൊരു അടകൂടെ അഞ്ചൻ എവിടെയെങ്ങാണ്ട് ഇരുന്നുണ്ട് എൻ്റെ വീട്ടിൽ വന്നു എന്ന് ഒരു വീരവാദം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് പബ്ലിക് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വാ, ഞാൻ അഡ്രസ്സ് ഇട്ടിട്ട് വിളിക്കുകയല്ല ചെയ്ത്, വന്നാൽ മതി. പിന്നെ ഇതുപോലെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് ഇരുന്ന് മോങ്ങരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പേര്, കുറേ ക്രിമിനൽ സംഘങ്ങൾ ഒത്തുകൂടി എന്ത് പോക്കൃത്തരും ഷെഫീന ബീബിയെ പറയാം, കുഴപ്പമില്ല, ഷെഫീന ബീബി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും എന്നൊരു ടേമുണ്ടല്ലോ. ഞാനത് മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, എനിക്കിതിന് സമയമുണ്ട്. പോലീസുകാർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് നിയമം അറിയാം. മാത്രമല്ല, നമ്മൾ ഈ ചെറിയ ചീള് കേസൊക്കെ കൊണ്ട് കൊടുത്ത് അതുങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തിനും ഇതിനുമൊക്കെ സംരക്ഷണം തരേണ്ടവരാണ്. അത് ഒരുപാട് അർഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് മൗനമായിട്ട് പലതും ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇത് ക്രോസ് ചെയ്യാണ് ലിമിറ്റ്. മനസ്സിലായോ? 1 വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, ഓക്കെ. ഇത് കണ്ടിന്യൂസ് ഇരുന്നങ്ങ് തള്ളല. 1-2 ദിവസമല്ല, വർഷക്കണക്കിനിരുന്നങ്ങ് പറിച്ചില്ല. എന്നിട്ട് എന്തോ ഭയങ്കര ചമ്പവം ചെയ്താണൊക്കെയുള്ള വർത്തമാനമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് എൻ്റെ കയ്യിൽ അതിന് ബണ്ടിൽ ഓഫ് പേപ്പർ ഉണ്ട്.
ഞാൻ ഈ പരാതികളൊക്കെ കൊടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്യില്ല, മിണ്ടാതിരിക്കും. എൻ്റെ ഒരു കുഴപ്പം അതാണ്. ഞാനത് ഫിജോയ്ക്ക് എഗൻസ്റ്റ് കൊടുത്ത പരാതികളുടെയും ഫോളോ അപ്പ് നടത്താത്തത് കൊണ്ടാണ് അതൊന്നും ഫയലാകാതിരുന്നത്. പക്ഷേ എന്നെ ഒരുപാട് രീതിയിൽ, അതായത് എൻ്റെ നെക്കഡ് ഫോട്ടോസ് ഉണ്ടെന്ന് പറയുക, എന്നെയും മകനെയും ചേർത്ത് പറയുക തുടങ്ങി ചെയ്യാൻ ഇനി ഒന്നുമില്ല പറ്റുള്ളൂ. ഏതെല്ലാം ചെയ്യാമോ അത്രത്തോളം ചെയ്തു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ, തനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും മാരകമായിട്ട് ആക്രമിച്ചത് സോഷ്യൽ മീഡിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി ആക്രമണമായിരുന്നു. അപ്പം ഞാനിത് ഫേസ് ചെയ്യും. എനിക്കിതൊരു വലിയ വിഷയമായിട്ട് എൻ്റെ ഉള്ളിൽ കയറാറില്ല എന്നുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ നിരന്തരം ഇങ്ങനെ അറ്റാക്ക് നേരിടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നിയമവ്യവസ്ഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് എനിക്കുമുള്ളത്. ഇത്രയധികം മോശപ്പെട്ട അവഹേളനം കേൾക്കാനും മാത്രമുള്ള ഇതൊന്നും എനിക്കില്ല. എന്തോരമാണ് പറയണത്. വിധവയായ എന്നെ 4 ഭർത്താക്കന്മാരുള്ളവരെന്നാക്കി, 4 ഭർത്താവിനെ ഞാൻ തട്ടിയെന്നാക്കി, 4 അല്ല 3 തോന്നുന്നു, 3 പേരെ ഞാൻ കൊന്നുന്നാക്കി, ഞാൻ പെൻഷൻ വാങ്ങിക്കുന്നു എന്നാക്കി. എനിക്ക് വൈകല്യമുണ്ട്, വൈകല്യത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ പെൻഷൻ വാങ്ങാറില്ല. അതേപോലെ തന്നെ വിധവ, ഞാൻ വിധവയൊക്കെ തന്നെ ഞാൻ പെൻഷൻ വാങ്ങിക്കാറില്ല. കാരണം അത് എൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഞാനായിട്ട് നശിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഈ ടാക്സ് പേയ്മെൻറ്റിൽ കൂടെ തരുന്ന അലവൻസ് തന്നെയാണത്. അലവൻസ് വാങ്ങിച്ച് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലല്ല ഞാനിപ്പോൾ. എനിക്ക് ഈ ജോലി എടുത്ത് ജീവിച്ചാൽ അതിൽ നിന്നൊരു വരുമാനമുണ്ട്, അല്ലാതെ ഈ അലവൻസ് ഒക്കെ വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ആളല്ല. പക്ഷേ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചാൽ ഓക്കെ, ഐ ആം ഡൺ. ഇനി എൻ്റെ അമ്മ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, ബിക്കോസ് അവർ സർക്കാരിന് സെർവ് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയ ഒരു സ്ത്രീയാണ് അവർ. അവരെ വീട്ടിൽ കയറുക, അവരെ പറ്റി പടുമോശം പറയുക, നാട്ടുകാരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുക, എന്നാൽ ഒരു എവിഡൻസും വെക്കാതിരിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരു വ്യക്തിയെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം അവഹേളനമാണ് കണ്ടത്. അപ്പോഴൊന്നും സോഷ്യൽ മീഡിയയിലെ മിടുക്കന്മാർ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ കയറി ആ കൂത്ത് കാണിക്കുന്നത് കണ്ടിട്ടില്ല. ഇത് ഓൺ ടൈം അല്ല, ഇത് ഫസ്റ്റ് ടൈമും അല്ല, പല പ്രാവശ്യമായി എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ ചന്തവഴക്കാണ് എന്നുള്ള ഒരു ടേമുണ്ട് പലതും. ചന്തവഴക്കൊന്നുമല്ല, അവർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമാവുകയും അവർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവുകയും ചെയ്യുന്ന എന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, എൻ്റെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യുക, എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുക, എന്നെ ഉപദ്രവിക്കുക, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? എന്താ വെള്ളരിക്കപ്പെട്ടണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നടക്കുന്നതിന് അളവം കാണിക്കുക, ഞാൻ നടക്കുന്ന ഇത് ഗോഷ്ടി കാണിപ്പാണ് പരിപാടി. അതൊക്കെ അങ്ങ് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണോ? നിങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വ്യക്തിക്ക് വയ്യാതാകുമ്പോഴാണ് ആ വ്യക്തി ആ രീതിയിൽ ആകുന്നത്. ഇപ്പം നമ്മളാരും, എനിക്കിപ്പം ഒരു കാരണവശാലും ഞൊണ്ടി അടക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പോർഷനാണ്. ആ സാധനത്തിന് തന്നെ എടുത്തു പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുന്ന മാനസിക വൈകല്യമുള്ളവരെ എന്താ പറയുക? നിരന്തരം ഇരുന്ന് തെറിവിളി. എടി ഷെഫീന ഇതിനു മുമ്പ് കരഞ്ഞ് നിലവിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, സഹായിക്കണമെന്ന് കെഞ്ചിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കാലി പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഒരു സ്ത്രീയാണ്. പിന്നെ ഇതല്ലേ, ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ, വേണ്ട 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 എന്ന് നമ്മൾ എത്ര വിചാരിക്കണോ അത്രയും നമ്മുടെ തലയിൽ കയറിയാൽ എന്താ ചെയ്യുക? നമുക്കിപ്പോൾ ഒരു സ്പീഡ് വന്നു, ഒരു ദേഷ്യം വന്നു, അതിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, ഓക്കെ, അത് എനിക്ക് മനസ്സിലാവും, എനിക്കും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്, തർക്കമൊന്നുമില്ല. അത് കഴിഞ്ഞാലും പിന്നെ റിപ്പീറ്റഡ്ലി തമാശയാണോ? അത് വ്യൂ കിട്ടൂ എന്നുള്ളതാണോ? അങ്ങനെ കിട്ടുന്ന റവന്യൂ ഇങ്ങനെ പോകും എന്നുള്ളതാണ്. എനിക്കുണ്ടായ നഷ്ടം, മാനനഷ്ടം. അതിന് വേറെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതിന് ഞാൻ പൈസ കൊടുത്ത് തന്നെ ഞാൻ മെനക്കെടും. മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് വരെ ഞാനിപ്പോൾ CWC പോവുകയോ വേറെ ഏത് ഇതിൽ പോവുകയോ ചെയ്താലും എവിടെയും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം നിയമവശമാണ്. ആ നിയമവശത്തിനനുസരിച്ച് തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവരെന്നെ വഴക്ക് പറയും. നിങ്ങൾ നിയമം പാലിക്കാതെ നിങ്ങൾ നിയമത്തിൻ്റെ കാര്യം പറയാൻ പാടില്ല എന്ന് പറയും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ ലിസൺ ചെയ്യാറുണ്ട്. അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി വളരെ വൾഗാരിറ്റി ഇപ്പോൾ സ്പ്രെഡ് ചെയ്തപ്പോഴാണ് 2 ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലീവ് എടുത്ത് ഇതിന് മെനക്കെട്ടത്. അല്ലെങ്കിൽ ഇത് അവിടെ കിടക്കും, ചുമ്മാ ഒരു പേപ്പർ അത്രേ ഉണ്ടാവുകയുള്ളായിരുന്നു. നീ നിൻ്റെ ചാനലിലിട്ട് എനിക്ക് ഉണ്ടംപൊരിയാണ്. കാരണം ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ പിക്ചർ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് വഴി കിട്ടുന്നത് എൻ്റെ വീട് ഏതാന്ന്. അല്ലാതെ അവിടെ വന്നിട്ട് എൻ്റെ വീട് അന്വേഷിച്ചുകൊണ്ട് തല്ലാനും പല്ലാനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് തരേണ്ടത് തരും. എൻ്റെ ഉമ്മച്ചിയെ കയറി കണ്ടു. അത് ആ പാവപ്പെട്ട സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളോളെങ്കിൽ കള്ളും കുടിച്ചു വന്ന അവരെ എന്ത് ചെയ്യില്ലായിരുന്നു?
ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എൻ്റെ ഉമ്മച്ചിയുടെ ജീവൻ എന്തെങ്കിലും ഇതുണ്ടോ? കുടിച്ച് പേത്ത് നടക്കുന്ന വളരെ വൾഗറായ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഒരുത്തൻ പാതിരാത്രി എൻ്റെ ഉമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് ഇടിച്ച് തള്ളി കയറി അത്രയും വർത്തമാനവും ഡയലോഗും പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ പബ്ലിക്കിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? കുടുംബത്തിൽ കയറി കളിക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യാണ്ടാണ് പോലീസുകാരുടെ അടുത്ത് എനിക്ക് അശേഷം ദേഷ്യമില്ല. അത് അവർ പറയണ ന്യായമായ കാര്യമാണ്. 2 ദിവസമായിട്ട് ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതെ ഞങ്ങൾ വഴക്കാക്കിയിട്ട് കാര്യമുണ്ടോയെന്നാണ്. അത് ന്യായമായ ചോദ്യമാണ്. അതിന് ഞാൻ മനഃപൂർവ്വമായിട്ട് ഞാൻ കല്ലമ്പലം സ്റ്റേഷൻ അധികാരികളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ഭയങ്കര ദേഷ്യമെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്കത് എൻ്റെ പിടുത്തം വിട്ടതാണ്. ഒന്നാമത്തെ കാര്യം, 1 മാസം വരെ ഞാൻ പനി പിടിച്ചവിടെ കിടന്നത് എനിക്ക് തന്നെ മറന്നുപോയി. അതാണ് വാസ്തവം. പക്ഷേ അവരത് ഇനിഷ്യേറ്റീവ് എടുത്തത് കൃത്യമായി തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. തീർന്നിട്ടില്ല കേട്ടോ. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള അടുത്ത വർക്കിലേക്ക് ഞാൻ പോകുന്നുണ്ട്. കാരണം ഇതൊരു ഏറ്റവും വലിയൊരു ക്രൈം സീനാണ്. ഈ ക്രൈം സീന് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പേപ്പർ കിട്ടും. ഇതല്ലാതെ ഇത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിലേക്കാണ് ഈ സാധനം പോകുന്നത്. ഇതല്ലാതെ വേറെ സംഗതി ഉണ്ട്. അത്രത്തോളം ഞാൻ അവഹേളിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നടക്കുമ്പം പിറകോട്ട് തള്ളി നിൽക്കുമെന്നും അതിനെ തുടർന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും അത് നമ്മൾ കേട്ടിട്ട് അന്തവിട്ടിരിക്കുകയാണ്. വളച്ചൊടിച്ചുകൊണ്ടും ഫേക്ക് ഡോക്യുമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടും ഇപ്പോൾ പലയിടങ്ങളിലും പോയിട്ട് എൻ്റെ ഫേക്കുകൾ, എൻ്റെ ID-യുടെ ഫേക്ക് ഉണ്ടാക്കിയിട്ട് പലയിടത്ത് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടുന്നുണ്ട്. ഞാൻ എവിടെയും പോയൊരു കമൻറ്റ് ഇടാൻ പോകാറില്ല. എനിക്കത് ഉറച്ച കാര്യമാണ്. എൻ്റെ സിസ്റ്റം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് സ്ഥിരമായിട്ട് ഇത് നടക്കുകയാണ്. അതിനെ തുടർന്ന് എന്നെ തേറി 4 ദിക്കിൽ നിന്നാണ് തെറി. എന്നെ പറയണ പോട്ടെ, എൻ്റെ കുട്ടീനെ പറയുന്നത് ബൈക്ക് മോഷണമാണ്. തെളിവ് കൊണ്ടുവയ്ക്കണം. എൻ്റെ കുട്ടി മോഷ്ടിച്ച ബൈക്ക് കാണണം എനിക്ക്. എൻ്റെ കുഞ്ഞല്ലേ ബൈക്ക് മോഷ്ടിച്ചത്, അതൊന്ന് കാണണം എനിക്ക്. അതേപോലെ തന്നെ എനിക്ക് 16 മാപ്പിളയെന്ന് പറയുന്നവർ അത് കൊണ്ടുവച്ചാൽ മതി, ഞാൻ കാണണം. നാളിതുവരെ ഇത് പറയുമ്പോഴത്തേക്ക് ഇത് ലെങ്തി ആയി പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞങ്ങ് പോയിക്കോട്ടെ. നാളിതുവരെ ഈ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ എടുക്കാറ്. ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ നിയമവശവും കൂടെ നോക്കിയിട്ട് വളരെ പ്രാക്ടിക്കലായ വശങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുക. ഇപ്പം മറ്റേ തുണിയൂരി ഗ്യാങ്ങിൻ്റെ കേസല്ല കേട്ടോ, അത് വിട്ടേരും. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും പറഞ്ഞ് എനിക്ക് മനസ്സിലായി അതെനിക്ക് കയ്യിൽ നിന്ന് പോയത് തന്നെയാണ്, അത് സത്യം. പക്ഷേ അതിനുശേഷം ഞാൻ 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് എന്തെങ്കിലും വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് ഞാൻ അതിനകത്തൊരു ചെറിയ പിഴവ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. കുറച്ച് ഓവറായിപ്പോയി. ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. ഇത്തിരി ഓവറായിപ്പോയി. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതികരണങ്ങളോട് എനിക്ക് വലിയ ഇത് തോന്നാറില്ല. പക്ഷെ കൊണേഷനും കോപ്പറാക്കി ഞാനൊരു മറുപടി തരും, അത് വേറെ കാര്യം. അവർക്കതൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. ആ കുട്ടി പറയുന്നതിനൊന്നും എനിക്ക് മറുപടിയില്ല. കാരണം കുട്ടി അതിൻ്റെ അമ്മയും പറഞ്ഞാൽ അവരമ്മ പറയണത് ഒരു വലിയ കാര്യമാണ്. അവരുടെ മകളെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു പെയിൻഫുൾ ഇത് തോന്നുക സ്വാഭാവികം തന്നെയാണ്. അത് തോന്നിക്കോട്ടെ. നമുക്ക് എന്താ പറയാൻ പറ്റുക? അപ്പം ഇതിങ്ങനെ ഒരു മുള്ളുള്ള പാതയാണ്, ഇതുവഴി പോകരുത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ല ഞാൻ പോകും, എനിക്ക് കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നവർ അതുവഴി പോയിക്കോട്ടെന്നേ. നമുക്കതിനകത്തൊന്നും പറയാനില്ല, ആ വിഷയമേ അല്ല. ഇത് കഴിഞ്ഞ 1 മാസം എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഒരു സ്റ്റേഷനിലും പോകുന്നില്ല, ഒരിടത്തും പോകുന്നത്. സാമൂഹ്യനീതി വകുപ്പിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ല, എവിടെയും ഞാൻ പോയില്ല. വിത്തിൻ 2 വീക്സ് ഞാൻ വീണ്ടും പോയി സംസാരിക്കണമായിരുന്നു. ഞാൻ സൈബർ ഇടങ്ങളിൽ പോയി ഇത് കൊടുത്തിരുന്നു, ഒന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ല, ഞാൻ ഉണ്ടാതിരുന്നു. പക്ഷെ ഇനി കമ്മിങ് ഡേയ്സിൽ ഐ തിങ്ക് ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് തന്നെയായിരിക്കും. എനിക്ക് ഇതെല്ലാം കോടതിയിലേക്ക് എത്തണം. ഞാനിത് വെറുതെ നിസ്സാരമായിട്ട് വിളിച്ച് വരട്ടുക ഇതല്ല. കാരണം അത്രയ്ക്കായിരുന്നു, ഹ്യൂജാണ് ഇത്. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ ഒരു റീസെൻ്റ്ലി നടന്ന ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അറ്റാക്ക്, അല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ അനുഭവിക്കുന്നതാണ്. ഈ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായ ആ ഒരു മൂല്യച്യുതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുറേ പ്രോബ്ലംസിനെ കുറിച്ചോ ഞാനതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നടക്കുന്ന, എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഈ പിഴവുകൾ, വാർത്തകൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് കൊള്ളുന്നത് എന്തടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ 1-ൽ കൂടുതൽ വിവാഹം കഴിക്കണതോ 16 പേരെ കൊണ്ടുവച്ചിരിക്കുന്നതോ ഒന്നും ക്രൈമല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നത് ക്രൈമാണ്. അത് ന്യായീകരിക്കപ്പെടേണ്ട സാധനമല്ല. 2, കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള പച്ച പുകഴ്ത്തൽ, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തപ്പം എൻ്റെ പിറകിലൊരു കുഞ്ഞിരുന്നു. അത് അന്നും
കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസായിരുന്നു അത്. പക്ഷേ രാജേശ്വരി കൂടെ ഉണ്ടായിരുന്നു, അവർ അത് കൈവച്ച് മറച്ചിരുന്നു. എന്നാൽ പോലും അത് തെറ്റല്ലേ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ ഒരു റൈറ്റ്സ് ഉണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഞാൻ തന്നെ ഇതിനെപ്പറ്റി ഒരു നിയമം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ നിയമം വിരുദ്ധം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാത്ത പക്ഷം അവർ ചെയ്ത തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് പിന്നെ അതിനകത്ത് നമ്മൾ അത്ര വലിയ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം അമ്മയെ പറയണത് കേട്ടിട്ടില്ലേ, സ്വന്തം പെറ്റതാളെ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എന്തോ ആകട്ടെ, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ല. എൻ്റെ അമ്മയെ പച്ചത്തെറി പറയുന്നവർ, എൻ്റെ അമ്മ ഇനി മെനക്കെട്ട് വരും. ശരിയാണ്, ഈ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ട് എന്നുള്ളത് സങ്കടം തന്നെയാണ്. പക്ഷെ എൻ്റെ അമ്മ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മെനക്കെടും. കാരണം ഒരു കാര്യമല്ലാതെ എൻ്റെ അമ്മേനെ അങ്ങനെ അങ്ങ് തെറി വിളിക്കുന്നത്, അതങ്ങ് വിട്ടുകൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിയമപരമായി തന്നെ ഇതിനെ നേരിടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യവും. ഞാൻ അതിനു വേണ്ടി ഇറങ്ങും. എനിക്ക് വളരെ നന്ദിയുണ്ട് കലമല സ്റ്റേഷൻ അധികാരികളോട്. ആദ്യമെല്ലാം എനിക്ക് ഭയങ്കര ഇതെന്താ ഇവർ പേപ്പറാക്കാത്തത് എത്ര ദിവസമായി കൊടുത്തിട്ട് ഇതെന്താ അനങ്ങാത്ത എന്നുള്ളൊരു ടൈമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഫോളോ അപ്പ് ചെയ്യാതെ അവർക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കി കൊണയടിച്ച എല്ലാ കൊണയന്മാർക്കും കൊണയത്തികൾക്കും എൻ്റെ മറുപടി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഓരോന്നായിട്ട് ചെയ്യണം. സ്ലോലി ഞാൻ എന്തായാലും ഇതിൻ്റെ ബിഹൈൻഡാണ്. അത്രയ്ക്ക് ഞാൻ അവഹേളിക്കപ്പെട്ടു. ഗ്രൂപ്പ് അറ്റാക്കായിരുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഗ്രൂപ്പ് അറ്റാക്കല്ല, തനൂജ വിഷയം തൊട്ടുള്ള ഗ്രൂപ്പ് അറ്റാക്കാണ്. അവസാനം തനൂജ റോങ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഷെഫീനെ പറയുമ്പോഴാണ് കുഴപ്പം. ഷെഫീനെ പറയുമ്പോൾ കുഴപ്പം, അവരൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നുള്ള ആ ടേം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തടിസ്ഥാനത്തിൽ ഷെഫീനെ പൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാകണം, അതാണ് ടേം. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതെനിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിച്ച് തന്നാൽ മതി. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ ഇതുപോലെ മെനക്കെടില്ല. ഞാൻ മെനക്കെടണം. ഞാൻ മെനക്കെട്ടാൽ മേൽക്കൊണ്ട് എന്നെ എടുത്ത് വെച്ച് ഈ അപരാധം പറയണത് അങ്ങ് തീരും. മനസ്സിലായില്ലേ? MDMA അടിച്ച ഒരുത്തിയെ അവളുടെ കൂട്ടുകാരി പറഞ്ഞു അവൾ MDMA ആണെന്ന്. അവൾക്ക് കലിപ്പെൻ്റോടാ. അത് ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ, കലിപ്പെൻ്റോടാ. അതേപോലെ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ന്യൂഡ് വീഡിയോ, അത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്ന ന്യൂഡ് വീഡിയോ അത് നീ എനിക്ക് എന്തിനു അയച്ചു തരുന്നു? അപ്പോൾ ആ വിനോദ് ബാസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ ഒരു റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് കീപ്പ് ചെയ്യപ്പെടണം. അയാളുടെ പ്രൈവസിയാണത്. അത് നീ എനിക്ക് അയച്ചു തന്നതാണ്. ആ ക്രിമിനൽ വശം എത്രയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ എന്തായാലും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു വിവരം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നാൽ രാവിലെ തൊട്ട് ഇത്രയും നേരം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം ഐ വാസ് ബിസി വിത്ത് ദിസ്. ഇത് തീർക്കണം, ഇന്നത് തീർത്തിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കത് ചെയ്തു തന്നതിന് വളരെ നന്ദിയുണ്ട്. കൃത്യമായിട്ട് അവർ വെരിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. എൻ്റെ നഷ്ടം, എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതൊക്കെ അവർ കൺസേൺ ചെയ്തിട്ടുണ്ട്. CAയോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. വളരെ താങ്ക്സ് സാർ, നിങ്ങൾ ചെയ്തു തന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ബിക്കോസ് ഞാൻ പ്രവാസിയാണ്, 10-22 വർഷത്തെ പ്രവാസിയാണ്. ദുബായിലൊരു നിയമമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളം പോലെ പറയും. ബിക്കോസ് എനിക്ക് അവിടുത്തേതേ അറിയുള്ളൂ. ഇവിടുത്തത് എനിക്ക് കുറച്ച് കൺഫ്യൂഷനായിരുന്നു. എവിടെ പോകണം, എന്ത് പോകണം എന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് ഞാൻ പറയുന്നത്. വെറും നിയമവശം മാത്രമല്ലല്ലോ, നമ്മൾ നിയമ വ്യവസ്ഥ നടപ്പിലാക്കേണ്ട സ്ഥാപനങ്ങൾ അതെങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിന് ഇതായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സുഹൃത്തിനൊരു ചെറിയൊരു ഇതുണ്ട്, അതിനെ ബേസ് ചെയ്ത് ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്ത് വരാതിരുന്നത്. കാണാം, വീണ്ടും ഒരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഞാൻ മുഴുക്ക തിരക്കുകളിലായിരുന്നു. എനിക്ക് ഈ വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാണ് വീഡിയോയിലായിട്ടായത്.